പഴയ ഓർമ്മകളിൽ നിന്നും നമുക്ക് ചികഞ്ഞെടുക്കാൻ പറ്റിയ ഒരു പൊളിപ്പൻ ഐറ്റം. ദേ ഈ സാധനം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ പിന്നെ എന്താണ് അതിനൊരു സുഖം. അടുപ്പിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇവൻ്റെ പൊട്ടലും ചീറ്റലും മാന്തലും എല്ലാം കേട്ടുകൊണ്ട് അവസാനം അവനെ പൊട്ടിച്ചെടുക്കുമ്പോൾ എൻ്റെ സാറേ അടിച്ച് കയറി വാ. എടേ ഈ ഐറ്റം നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ, പിള്ളേർക്കെല്ലാം അന്യം നിന്ന് പോയേക്കുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാ കൂട്ടുകാരും ഒരെണ്ണം കിട്ടിയാലും നമ്മുടെ പിള്ളേരെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് പൊട്ടിച്ച് കാണിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പരിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പിള്ളേർക്കൊക്കെ തന്നെ എന്തൊരു വൈബായിരിക്കും. ഇപ്പം നമ്മൾ ആരും ഇതിന് മെനക്കെടുന്നില്ല. നേരെ പോവുക, കടയിൽ പോവുക, 100 ഗ്രാം 200 ഗ്രാം 1/2 കിലോ ഒക്കെ വാങ്ങിക്കുക, ചങ്ങാ പൊങ്ങാ തിന്നുക അല്ലേ. അതായത് നമ്മൾ ജസ്റ്റ് വീട്ടുമുറ്റത്ത് കാണുന്ന ഈ പറങ്ങാണ്ടി എടുത്തോണ്ട് വന്ന് ജസ്റ്റ് അടുപ്പിൻ്റെ അകത്തേക്ക് ഇട്ട് ഈ പൊട്ടലും ചീറ്റലും കാണുമ്പോൾ തന്നെ പിള്ളേർ അയ്യോ ബോംബെ എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഓടും. അതൊക്കെ ഒരു വൈബല്ലേ മച്ചാന്മാരെ. നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെ എല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മൾക്ക് വ്യത്യസ്തമായ ഒരു വീഡിയോ, കാരണം ഇതൊന്നും ആരും ചെയ്യുന്ന പോലും കണ്ടിട്ടില്ല. കാരണം ആർക്കൊന്നും ഇതിന് സമയമില്ല. ഓരോരുത്തരുടെ പുറകിനും ഇവരത്ര പുറകിനും ഒക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഇത് കണ്ടാൽ പോലും ആരും മൈൻഡ് ചെയ്യത്തില്ല. കണ്ടു കഴിഞ്ഞാൽ വലങ്കാലിന് തൊഴിച്ച് ഇടങ്കാലം കൊണ്ടൊരു ചവിട്ടും കൊടുത്തിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. പിന്നെ പറങ്ങാണ്ടി എടുത്തിട്ട് അതിൻ്റെ നമ്മുടെ പഴം തിന്നാൻ തന്നെ എന്താ ടേസ്റ്റാണ്. അവൻ്റെ ആ കയ്പും ഒരു കവർപ്പും എല്ലാം അവൻ അടുപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ ചൊന വെളിയിലോട്ട് വരുമ്പം എൻ്റെ പൊന്ന് സാറേ, ഒരു മറ്റേ കൊരവപ്പൂരൊക്കെ തീ പിടിക്കുന്ന ഒരു തീപിടുത്തമുണ്ട്. അത് വേറെ ലെവല് സംഭവമാണ്. പിന്നെ നമ്മുടെ ഈ കപ്പലണ്ടിയുടെ ചൊന വരുമ്പോഴത്തേക്ക് ഈ തീ പിടിക്കുമെന്ന് പറഞ്ഞില്ലേ, ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്ന് സാറേ ആ പരിസരത്തെങ്ങും നിൽക്കാൻ പറ്റത്തില്ല. കാരണം അതേപോലെ പുകയായിരിക്കും. പുകയും ഇവൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലും എല്ലാം ആയിട്ട് പിന്നെ നമുക്ക് ആ പരിസരത്ത് കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് നിന്നല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തീ പിടിച്ചൊരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവനെ എടുക്കണം. എടുത്തില്ല ഇവൻ മൊത്തം കരിഞ്ഞ് നാശകോശമായിപ്പോയി. അങ്ങനെ വേണ്ടേ നമ്മൾ തീ പിടിച്ച് സെറ്റാക്കി നമ്മുടെ ഒരുത്തനെ വെളിച്ചടിച്ചു. ഇനി 3 അവന്മാരും കൂടെ ഉണ്ട് കേട്ടോ. 3 അവന്മാരെയും കൂടെ വെളിച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ സക്സസ്. ഇത് കേട്ടോ, അവനെ തല്ലി പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടി. പിന്നെ ഇതിൻ്റെ പുറത്ത് ചെറിയൊരു പാടം മുടങ്ങുന്ന സംഭവം, അത് നൈസായിട്ട് പൊളിച്ചു കേട്ടോ. അതേട്ടെ നമ്മളങ്ങനെ അത് പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മുഴുത്ത ഒരു ഇതുമായിരുന്നു. അത്യാവശ്യം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം നീണ്ട കപ്പലണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെല്ലാത്തിനും തല്ലി പൊട്ടിച്ച് 4 എണ്ണം ഇട്ടു, 3 എണ്ണം തീർന്നു. ബൈ.